ഹലോ, വെൽക്കം ടു സൺഡേ സ്റ്റോറീസ്. ഇന്ന് പുതിയൊരു ബീഫ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു തൃശ്ശൂർ സ്റ്റൈൽ ബീഫ് ഫ്രൈ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് റെസിപ്പിയിലോട്ട് കടന്നാലോ? ആദ്യം തന്നെ 2 കിലോ ബീഫാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ ബീഫ് ഒരു 2-3 വട്ടമൊക്കെ കഴുകി ഇതിലെ ചൊരകളൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം ചേർത്ത് അതിനോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞതും, ഒരു 4 വെളുത്തുള്ളി ചതച്ചതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ചിലവര് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ താല്പര്യം പോലെ ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടാനായിട്ട് നല്ലതാവുക. ഇനിയിപ്പോൾ സമയം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യണോണ്ടും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ മസാല പുരട്ടിയെടുത്ത ഈ ബീഫ് നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. പ്രഷർ കുക്ക് ചെയ്യാനായിട്ട് ഇതിലേക്ക് വെള്ളം തീരെ ആവശ്യമില്ല എങ്കിൽ കൂടിയും ചിലവർക്കൊരു ടെൻഷൻ ഉണ്ടാവും ഇത് അടി പിടിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു 1/4 ഗ്ലാസോളം വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ലിഡ് അടച്ചിട്ട് മീഡിയം സൈസിൽ നമുക്ക് കുക്ക് ചെയ്യണം. ആദ്യം തന്നെ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ 1 വിസിലും, പിന്നീട് ഹൈ ഫ്ലെയിമിൽ 4 വിസിലാണ് ഞാൻ ചേർത്തത്. അങ്ങനെ വിസിലൊക്കെ കേട്ട് ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് ബീഫ് വെന്തിട്ടുണ്ട്. അത്യാവശ്യമൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നല്ല രുചിയായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി അതിന് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കിയാലോ. ഇതിനായി മീഡിയം സൈസിലുള്ള 3 സവോള അരിഞ്ഞതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം 4 പച്ചമുളക് കീറിയതും. ഇനി ഇത് രണ്ടും നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു അടി കട്ടിയുള്ള ഒരു പാൻ എടുക്കുക. അത് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവോള, പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇവയെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ചിലവര് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് രൂപത്തിലും അല്ലെങ്കിൽ അരിഞ്ഞൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്, ഇഷ്ടങ്ങളാണ്. ഞാൻ പക്ഷെ ഇവിടെ ചതച്ചാണ് ഇട്ട് കൊടുക്കാറ്. അതാണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഞാൻ അവിടെ ചതച്ചു കൊടുത്തത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ട് അതൊന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ പച്ചമണം ഒന്ന് മാറി വരണം നമുക്ക്. ഇപ്പൊ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇവിടെ ആദ്യം ചേർത്ത് കൊടുത്തത്. അതിനോടൊപ്പം 2 ടീസ്പൂൺ മുളക് പൊടി. അധികം എരിവില്ലാത്ത ടൈപ്പ് മുളക് പൊടിയാണ്. അതാണ് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി, അധികം എരിവ് താല്പര്യമില്ലാത്തവർക്ക് അത്രയും ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനോടൊപ്പം 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. ഇനി ഇറച്ചി മസാലയാണ് ചേർക്കേണ്ടവർക്ക് അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി മസാലയുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുത്തോണ്ടേയിരിക്കണം. അത്യാവശ്യം നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി മസാലയൊക്കെ പിടിച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ബീഫിൽ കുറച്ച് വെള്ളം ഉണ്ട്. ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതെനിക്ക് ഏകദേശം ഒരു 2 തവിയോളം വെള്ളം ബാലൻസ് വന്നിട്ടുണ്ട്. ഈ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് അത്യാവശ്യം കുറുകി വന്ന് ഈ ഒരു പാകമായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുക്കറിലുള്ള ബാക്കി ബീഫ് ഇതിലേക്ക് എടുത്തിടാം. ഇനി ഞാൻ ബാക്കിയുള്ള ബീഫെല്ലാം ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതായത് നമ്മുടെ മസാലയുടെയും ഈ ഫ്ലേവറൊക്കെ നമുക്ക് ഈ ബീഫിലോട്ട് പിടിക്കണം. നന്നായിട്ട് ഇത് രണ്ടും മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൽ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഇത്തിരി ഉപ്പൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ എൻ്റെ ഉപ്പൊക്കെ നല്ല കറക്റ്റ് പാകമാണ്. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു.
ഇതിനി കുറച്ച് നേരം ഒന്ന് മൂടി അടച്ചു വെക്കുക. അതെന്തിനാന്ന് വെച്ചാൽ മസാലയൊക്കെ പിടിച്ച് ബീഫ് ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. നമുക്ക് നന്നായിട്ട് ഒട്ടും വെള്ളമില്ലാതെ നല്ല ഫ്രൈ രൂപത്തിൽ നമുക്ക് കിട്ടണം. ഞാനൊരു 5 മിനിറ്റോളം അത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടി പിടിക്കും. ഓക്കെ, ഞാനിതൊന്ന് 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മൂടി തുറന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഇതിന്റെ ഒന്ന് മൂടിയൊക്കെ തുറന്ന് നോക്കി. ഓക്കെ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇത് നന്നായിട്ട് ഫ്രൈ ആയി, നമ്മുടെ മസാലയുടെ ഒക്കെ മണം പിടിച്ച് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫ്രൈ ഇതാ റെഡി ആയി വന്നിരിക്കുന്ന നാടൻ തൃശ്ശൂർ സ്റ്റൈൽ ബീഫ് ഫ്രൈ ആണിത്. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്, നിങ്ങൾക്കൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, ഇനി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഈ റെസിപ്പി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.